അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ക്രിയേറ്റീവ് സ്ക്രാപ്പ് ബുക്കിംഗ് ആൻഡ് ക്രാഫ്റ്റ് കാർഡ്സിൻ്റെ ഈ ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുന്നതിനെക്കാട്ടും മുന്നേ ഞാൻ ഉണ്ടാക്കിയ ഒരു കുട്ടി സാധനം ഞാൻ കാണിച്ചു തരാം. നിനുഷാജി എന്ന് പറഞ്ഞൊരു യൂട്യൂബിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ ഇതുണ്ടാക്കിയത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ലോക്കാണ്, പക്ഷെ അവിടെ ഡബിൾ സൈഡ് ടാപ്പും കൂടി അവിടെ ഒട്ടിക്കാനുണ്ട്. പിന്നെ ഒരു ബുക്കാണ് കേട്ടോ, ഉണ്ടാക്കിയൊരു കുട്ടി ക്രാഫ്റ്റാണ്. അപ്പം ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് കാർഡ്സും അല്ലാത്ത സംഭവങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഞാൻ കാണിച്ചു തരാം ഇതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന്. ഫസ്റ്റ് ഞാൻ ഒരു A4 ഷീറ്റിൻ്റെ ഇതുപോലുള്ള സംഭവത്തിൽ സ്റ്റിക്കേഴ്സ് വന്നിട്ടുണ്ട്. ഫ്ലവേഴ്സിൻ്റെ സ്റ്റിക്കേഴ്സ് ഉണ്ട്, വേറെയും കുറേ സ്റ്റിക്കേഴ്സ് ഇതിനകത്ത് ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്തിട്ട്. അപ്പോൾ ഇതിനകത്തുള്ളത് ബട്ടർഫ്ലൈസിൻ്റെയും സ്ട്രോബെറിൻ്റെയും പിന്നെ ഏഞ്ചൽ എന്നൊക്കെ എഴുതിയിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സാണ് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത്. പിന്നെ വേറൊരു ഇങ്ങനെയുള്ള സംഭവം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് കുഞ്ഞി കോട്ട്സ് അല്ല, വേർഡ്സ് ഒക്കെ എഴുതിയിട്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു സ്റ്റിക്കേഴ്സിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഒരു ഹാർട്ട്സ് ആണ് കേട്ടോ. ഇതും അതേപോലെ കളർഫുൾ ആയിട്ടുള്ള കോഡ്സ് തന്നെയാണ്. കോഡ്സ് കുറേ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. കുറച്ച് കുഞ്ഞു ഷീറ്റ്സ്, വലിയ ഷീറ്റ്സ് ഒക്കെയാണ്. ഈ ഒരു ഇത് ഞാൻ അൺബോക്സ് ചെയ്തിട്ടുള്ള, അത് മാത്രം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഇതൊന്നല്ല, ഈ ഒരു സെറ്റ് ഫുള്ളായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള. അപ്പോൾ ഇത് കോഡ്സ് പോലെ കേട്ടോ ഉള്ളത്, വലിയ കോഡ്സ് അല്ല, ജസ്റ്റ് 2 വേർഡ്സ് വെച്ചിട്ടുള്ളത്. അതേപോലെ ഇവിടെ വേറെയും 2 ഉണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ ഞങ്ങൾക്കായിട്ട് എഴുതാൻ പറ്റും അങ്ങനെയുള്ളത്. എന്നിട്ട് പിന്നെ ഇനി വരുന്നത് ഒരു വലിയ സംഭവമാണ് കേട്ടോ. അത് ഒരെണ്ണം മാത്രമാണ് ഇതിനകത്ത് വലുതുള്ളത്. ഇത് മറ്റേ ABCD ഒക്കെ ഞങ്ങൾക്ക് എന്തെങ്കിലും കാർഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് നമുക്ക് പേര് എന്തെങ്കിലും അങ്ങനെയൊക്കെ കോട്ട്സോ ഹാപ്പി ബർത്ത്ഡേന്നോ അങ്ങനെയൊക്കെ എഴുതണമെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഇത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ അടുത്ത് അറിയാതെ സൈഡിൽ കയറിപ്പോയി, പിന്നെ സൈഡിൽ കൂടെ എടുക്കാം എന്തായാലും. ഇതെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ബ്ലോക്സ് പോലെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. നമുക്ക് പൊട്ടിച്ചെടുത്തിട്ട് ഞങ്ങൾ ഗ്ലൂ വെച്ചാണ് സ്റ്റിക്ക് ചെയ്യേണ്ടത്. ഗ്ലൂവും ഒക്കെ ഇതിനകത്തുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇത് പൊട്ടാതെയും മുട്ടാതെയും ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ളതായിരുന്നു ഈ ഒരു ഹാപ്പി ബർത്ത്ഡേ. അതേപോലെ അതിനകത്തുള്ളത് ഇവിടെയുള്ളത് ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടാണ്. പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹാപ്പി ബർത്ത്ഡേ ഉണ്ട്, ഹാപ്പി ബർത്ത്ഡേ, ഐ ലവ് യു, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതേപോലെ ഹാർട്ട്സ് ഉണ്ട്. ചിലത് മാത്രം ഇതിനകത്ത് ഇങ്ങനെ വീണിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് കാണിക്കാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെയുള്ളത് ഈ ഒരു സെറ്റ് ഫുള്ളായിട്ട് ഇങ്ങനെയുള്ള പൊട്ടി പോകുന്ന ടൈപ്പാണ്. പക്ഷെ ഇത് ഞങ്ങൾ പൊട്ടിച്ചിട്ട് ഞങ്ങൾ സ്റ്റിക്ക് ചെയ്യേണ്ടതാണ്. ഞങ്ങൾ എവിടെ വേണമെങ്കിലും ഒരു ഫ്ലോറിലും എല്ലാ ടൈപ്പിലും നമുക്ക് ഈ സാധനം ഞാൻ കാണിച്ചു തരാം. ഇത് കിട്ടിയപ്പോൾ എൻ്റെ അനിയനാണ് കൂടുതൽ ഇഷ്ടമായത്, കാരണം നമുക്ക് അത്രയ്ക്ക് നല്ല അടിപൊളിയായതുകൊണ്ട് ഞാനത് കൊടുക്കാം. ഇത് സെലോ ടാപ്പൊക്കെ വെച്ചിട്ടുള്ളത്. ഇതിനകത്താണ് ഞങ്ങളുടെ കാർഡ്സിൻ്റെയും ഒക്കെ സാധനങ്ങളൊക്കെ ഉള്ളത്. എല്ലാം ഈ ഒരു സെറ്റിലാണ്. ഫസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ബാക്കിൽ ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റുന്ന ഡബിൾ സൈഡ് ടാപ്പാണ് ബാക്കിലുള്ളത്. അതേപോലെയുള്ള കുറച്ച് സംഭവങ്ങളുടെ ഒരു സ്റ്റിക്കർ ഷീറ്റ് പോലുള്ളൊരു സംഭവമാണുള്ളത്. ഞാൻ എന്തൊരു യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്. ഇത് മറ്റേതിൻ്റെ ഒരു ഇതാണ്. പിന്നെ ഇതാണ് ഗ്ലൂ കേട്ടോ, നമ്മുടെ ഫെവി സ്റ്റിക്കാണ്, മറ്റേ ഗ്ലൂ അല്ല. പിന്നെ 2 പെന്നുണ്ട്, ഗ്രീൻ പെന്നും പിങ്ക് പെന്നും ആണ് കേട്ടോ ഉള്ളത്. ഇത് കഴിഞ്ഞിട്ട് സിസേഴ്സിനെ പറ്റിയാണ് എടുത്ത് പറയേണ്ടത്, കാരണം അത് കണ്ട സൈഡിൽ ഇത് ഞങ്ങൾക്ക് വാങ്ങാനായിട്ട് കിട്ടും ഒരെണ്ണമായിട്ടൊക്കെ. അതേപോലെ വേവായിട്ട് കട്ട് ചെയ്ത് വരും ഞങ്ങൾ കട്ട് ചെയ്യുമ്പോൾ. പിന്നെയുള്ളത് ഇങ്ങനെയുള്ള കുഞ്ഞു പെറ്റൽസ് അല്ല, ഫ്ലവേഴ്സാണ് കുഞ്ഞത്. നമുക്ക് വേണമെങ്കിൽ ജേർണലിങ്സിലും ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും കാർഡൊക്കെ ചെയ്യുമ്പോൾ സൈഡിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ യൂസ്ഫുള്ളാണ്. പിന്നെയുള്ളത് ഈ ഒരു സംഭവമാണ്. ഇതെൻ്റെ അടുത്ത് ഓപ്പണായി പോയി. ഇത് ഇങ്ങനെയുള്ള കുട്ടി സീക്വൻസ് പോലെ, സീക്വൻസ് എന്ന് പറയാൻ പറ്റില്ല, ബീറ്റ്സ് ഒക്കെ പോലെയുള്ള ഒരു സംഭവമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഒരു ഹാർട്ട് സ്പഞ്ച് പോലെയാണ് ഗ്ലിറ്ററിൻ്റെ. പിന്നെ വേറെ ഇങ്ങനെയുള്ള സീക്വൻസ് ആയിട്ടുള്ള സാധനവും. അത് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാക്കിൽ വരുന്നത് കുറച്ച് എൻവലപ്സും ആ എൻവലപ്സിൽ കൊള്ളുന്ന ടൈപ്പിലുള്ള കാർഡ്സുമാണ്. ഫസ്റ്റ് ഞാൻ എൻവലപ്സ് കാണിച്ചു തരാം കേട്ടോ. കുട്ടി എൻവലപ്സാണ്. ഇങ്ങനെയുള്ള ഗ്രീൻ, ചിലതിൽ ഇവിടെ ഡിസൈൻസ് ഒക്കെ വന്നിട്ടുണ്ട്. സ്പേസ് ഉണ്ട്, പക്ഷെ കുഞ്ഞിലാണ്, അപ്പോൾ നമുക്ക് എല്ലാ കാർഡ്സും വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവർ തന്നെ
കാർഡ്സും ഇതിനകത്ത് വെക്കാൻ പറ്റിയത് തന്നിട്ടുണ്ട്. എനിക്ക് ഓറഞ്ച് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഗ്രിഡ് ലൈൻസ് തന്നതും ഒക്കെയാണ്. പിന്നെ ഇതിനകത്ത് കൊള്ളുന്ന ടൈപ്പ് കുഞ്ഞു കുഞ്ഞു കാർഡ്സാണ് ഉള്ളത്. അതിൻ്റെ ഇവിടെ ഇങ്ങനെ ചിലതുള്ളതുണ്ട്. ഇതെന്തായാലും ഇതിനകത്ത് കൊള്ളും അങ്ങനെയുള്ള. പിന്നെ പിങ്ക് ഫുള്ളായിട്ട് ഇങ്ങനെയുള്ള ഡിസൈൻസ് വരുന്നത്, ഗ്രിഡ് ലൈൻസും അവിടെ മാച്ചായിട്ടുള്ള അങ്ങനെ മാച്ചായിട്ട് പോകുന്ന ടൈപ്പ് തന്നെയാണ് ഇതിനകത്തുള്ളതും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ആൽബമിലുള്ള ഒരു ബുക്കാണ്. ഈ ബുക്കിനകത്ത് ഇത് സാധാ പേജസ് ഒക്കെ ഉള്ള ബുക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. കൂടാണ്ട് ഇതിനകത്ത് കുറച്ച് പേജസും ഉണ്ട്. പേജസ് അല്ല, പേപ്പേഴ്സ് ഉണ്ട്. ഫസ്റ്റ് തന്നെ ഇങ്ങനെയുള്ളൊരു ഡെക്കറേഷൻ്റെ ഇതാണ്. ഞാൻ ഒരു കാർഡ് ഉണ്ടാക്കിയിരുന്നു, അതാണ് ഞാൻ ചിലതൊക്കെ യൂസ് ചെയ്തത്. അതേപോലെ ഇവിടെ ഞാൻ യൂസ് ചെയ്തതാണ്. ഇത് ഞാൻ ആ സിസേഴ്സ് വെച്ച് യൂസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വേവ് ആയിട്ടുള്ളൊരു സംഭവം വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടേപ്പാണ് മറ്റേ ഇങ്ങനെ പൊട്ടിച്ച് ഒട്ടിക്കുന്നത്. ഇതല്ല യൂസ് ചെയ്തത്, വേറെ. അപ്പോൾ അതേപോലെ വീണ്ടും ടേപ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിരുന്നു ആ ഒരു കാർഡിൽ. ആ ഒരു കാർഡ് ഞാൻ ഉപയോഗിച്ചത് ആ കുഞ്ഞു കാർഡ്സ് അല്ല, വേറെ കാർഡ്സാണ്. ഞാൻ കാണിച്ചു തരാം. പിന്നെ ടേപ്പിൻ്റെ 2 കുഞ്ഞുകൾ കൂടിയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട അത്രയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അതേപോലെ ഒരു വലിയ ബോർഡറായിട്ടും സൈഡിൽ വേറെ വലിയൊരു ഇതൊക്കെ ഫോട്ടോൻ്റെയൊക്കെ ഫ്രെയിമൊക്കെ പോലുള്ളൊരു ബോർഡറും പിന്നെ ഇങ്ങനെയുള്ള ഒരു ഇതും മെമ്മറീസ് എന്ന് പറഞ്ഞ സംഭവം ഒക്കെ വേറെ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇത് നമുക്ക് വേണ്ടതൊക്കെ എടുക്കാം. അതേപോലെ തന്നെയുള്ളതാണ് ഇതും, ഒരു വലിയ ഫ്രെയിമൊക്കെ പോലെയുള്ള സംഭവം. ഇതെല്ലാം വേറെയാണ്. ഞങ്ങൾക്ക് കാണുമ്പോൾ വിചാരിക്കാം ഇത് ഒരു സെറ്റ് പോലെയാണെന്നാണ്, പക്ഷെ അങ്ങനെയല്ല, നമുക്ക് വേറെ ആയിട്ട് പൊട്ടിക്കാൻ പറ്റും. പിന്നെ ഉള്ളത് വേറെയും കുറച്ചും കൂടി കളർ പേപ്പേഴ്സാണ്. കളർ പേപ്പേഴ്സ് പറയാൻ പറ്റിയ ഡിസൈനല്ലേ, സെയിം ഡിസൈനിലുള്ള 2 പേപ്പേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെയുള്ളതാണ് ഇത് 2 അതേപോലെ ഇത് 2 ഇല്ല, കാരണം ഒരെണ്ണം ഞാൻ നേരത്തെ ഉപയോഗിച്ചാണ്, അതുകൊണ്ടാണ് ഒരെണ്ണം കാണിച്ചത്. അങ്ങനെ അതേപോലെ കുറച്ച് കളർ പേപ്പേഴ്സാണ്. പിന്നെ വന്നിട്ടുള്ളത് നോർമലി ഞങ്ങളുടെ വൈറ്റ് പേപ്പറുള്ള ബുക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്താൽ ഈ സംഭവം അടക്കം നന്നായിട്ട് കാണാൻ പറ്റും. അതേപോലെയാണ്. പിന്നെ ഇനിയുള്ളത് ഇതിനകത്തുള്ള സംഭവങ്ങളാണ്. നമ്മൾ ഒട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ബുഷസ് പോലെയുള്ള പാൻസ് പോലെയാണ്. നമുക്ക് സൈഡിലെ ലേസ് പോലെ ഒട്ടിക്കാനായിട്ട് പറ്റും. അതിനാണിത്. ഞാനിതൊരു യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് കറക്റ്റായിട്ടുള്ള യൂസൊന്നും അറിയില്ല. എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞതാണ്. അറിയെങ്കിൽ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വേറെ ഉള്ളത് ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മുന്നേ ഉണ്ടാക്കിയത് ഉപയോഗിച്ച കാർഡ് ഇതാണ്. ഇത് കുറച്ചും കൂടി വലുതാണ്. ആ ഒരു എൻവലപ്പിൽ കയറത്തില്ല. ഇപ്പോൾ വേറെയാണ്, വലുതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ യൂസ് ചെയ്തത് ഇന്നാളും ഒരു യെല്ലോ കളറാണ്. ഇതാണ് എനിക്ക് കാർഡ്സിൽ ഏറ്റവും ഇഷ്ടമായത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ളത് വേറൊരു പിങ്ക് വണ്ണാണ്. പിങ്ക് ഇങ്ങനെയുള്ളൊരു എൻവലപ്പല്ല, എൻവലപ്പെന്നല്ല, എനിക്ക് വേറെ രീതിയിലാണ് തോന്നുന്നത്, പക്ഷെ ഇതൊരു കാർഡ് തന്നെയാണ്. പിന്നെ അത് ഒരു മിററിൻ്റെയൊക്കെ ഷേപ്പിലുള്ള ഓവൽ ഷേപ്പിലുള്ള ഒരു കാർഡാണ്. പല ഷേപ്സും ഉണ്ട്. ഇതേ ഒരു ഗ്രീൻ കളറ് വരുന്ന സൈഡിൽ ഇങ്ങനെ ഇതായിട്ടുള്ളത്. അതേപോലെ അങ്ങനെ കുറേ ഇതുണ്ട് ഇപ്പോൾ ഇതിനകത്ത്. അതേപോലെ ഇതിനകത്തും ഉണ്ട് എൻവലപ്സ്. ഈ കാർഡ്സ് കയറുന്നത് ഇങ്ങനെയുള്ള ടൈപ്പ് എൻവലപ്സിലാണ്. തന്നെ അതേപോലെ തന്നെയുള്ള കുറച്ച് എൻവലപ്സാണ് ഇതിനകത്തുള്ളത്. പക്ഷെ എനിക്ക് ഈ എൻവലപ്പ് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ലതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. വേറെയുള്ള സാധനങ്ങൾ എന്താണെന്ന് അതൊക്കെ മെയിലാണ്. പക്ഷെ ഇത് ഞാൻ ഇതൊരു ഓപ്പൺ ചെയ്തിട്ടുള്ള എനിക്കറിയില്ല. ഞാനിപ്പോൾ തന്നെ എന്തെങ്കിലും നോക്കി പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇതും എനിക്ക് തോന്നുന്നു അതന്നെ അത് സ്റ്റിക്കേഴ്സാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തും വരുന്നത് വലിയ എൻവലപ്സാണ്. എൻവലപ്പ് പറഞ്ഞേ ഉള്ളൂ, നല്ലൊരു വലിയ എൻവലപ്പ്. നമുക്ക് എല്ലാം ഒരു 2 കാർഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് തന്നെ വെക്കാം. അങ്ങനെയുള്ളൊരു വലിയ എൻവലപ്പാണ്. പിന്നെയുള്ളത് ഇങ്ങനെയുള്ളൊരു ഇതാണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഇതും ഒരു കാർഡ് തന്നെയാണ് കേട്ടോ. ഈ നല്ല ഭംഗിയുള്ളൊരു കാർഡ്. ഈ കാർഡ് ഇൻസേർട്ട് ചെയ്യാനാണ് ഈ ഒരു എൻവലപ്പ്. അപ്പോൾ ഇത് ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയുള്ള നല്ല വലിയൊരു കാർഡ് ഒരെണ്ണമുണ്ട്. പിന്നെ വേറൊരു കുഞ്ഞു സംഭവം കൂടി കഴിഞ്ഞാൽ ഇത് കഴിയും, ഒരു സെറ്റ് കഴിയും കേട്ടോ. ഇത് കുഞ്ഞ് ഡബിൾ സൈഡഡ് ടാപ്പാണ്. ഇതൊരു ഓപ്പൺ ചെയ്തിട്ടുള്ള ഇപ്പോഴാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെക്കും എല്ലാവർക്കും ബൈ.